വെനസ്വേലയുടെ എണ്ണയ്ക്കുമേൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അമേരിക്ക. വെനസ്വേലൻ ഓയിലിന്റെ വിൽപ്പനയും വരുമാനവും US നിയന്ത്രിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറയെയും സൈനിക നടപടിയിലൂടെ പിടികൂടി US-ലെത്തിച്ചതിനു ശേഷമുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കമാണിത്. വെനസ്വേല 3 മുതൽ 5 കോടി ബാരൽ ക്രൂഡ് ഓയിൽ US-ന് കൈമാറുമെന്ന് ട്രംപ് അറിയിച്ചു. മാത്രമല്ല, വെനസ്വേല ഇനി മുതൽ അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങൂവെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ട്രംപിന്റെ നീക്കങ്ങൾ? ഈ തീരുമാനം വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? കൂടുതലറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2019 മുതൽ വെനസ്വേലയ്ക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഡുറോയുടെ ഭരണത്തിനെതിരായ ഈ നടപടികൾ വെനസ്വേലയുടെ ഓയിൽ ഇൻഡസ്ട്രിയെ തകർത്തു. 2023 US ചില ഉപരോധങ്ങളിൽ ഇളവ് നൽകിയിരുന്നു. ചെവ്രോൺ പോലുള്ള കമ്പനികൾക്ക് ഓയിൽ വിൽക്കാൻ അനുവാദം നൽകി. എന്നാൽ 2024 മഡുറോയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം വീണ്ടും ഉപരോധങ്ങൾ കടുപ്പിക്കുകയായിരുന്നു. ബുധനാഴ്ച അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് 2 ടാങ്കറുകൾ US സൈന്യം പിടിച്ചെടുത്തതും ഈ ഉപരോധം ചൂണ്ടിക്കാട്ടിയാണ്. ഇതിലൊരു കപ്പൽ റഷ്യൻ പതാകയുള്ളതായിരുന്നു. പിന്നാലെയാണ് വെനസ്വേലയുടെ ഭാവിയിലെ എണ്ണ ഉൽപാദനത്തിന്റെ വിൽപ്പന US നിയന്ത്രിക്കുമെന്ന പ്രഖ്യാപനമുണ്ടാകുന്നത്. എണ്ണ വാങ്ങുന്ന പദ്ധതി നടപ്പാക്കാൻ US ഊർജ്ജ സെക്രട്ടറിയോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ സ്ഥിരപ്പെടുത്താനും എണ്ണ മേഖല പുനർനിർമ്മിക്കാനും US-ന്റെ ഓയിലിന്റെ വിൽപ്പനയും വരുമാനവും അനന്തമായി നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞു. ഈ ഡീൽ പ്രകാരം വെനസ്വേലൻ ഓയിലിന്റെ വേർതിരിച്ചെടുക്കലും വിൽപ്പനയും US-ന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. വരുമാനം US അക്കൗണ്ടുകളിൽ സൂക്ഷിക്കും. അത് വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കായി ഉപയോഗിക്കുമെന്നും ക്രിസ് റൈറ്റ് വിശദീകരിച്ചു. പുതിയ ഡീൽ വഴി എണ്ണ മേഖല പുനർനിർമ്മിക്കാൻ സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ വെനസ്വേലയുടെ പരമാധികാരത്തിന്റെ ലംഘനമെന്നാണ് വിമർശകർ പറയുന്നത്. ഉപരോധം മൂലം കെട്ടിക്കിടക്കുന്ന 3 മുതൽ 5 കോടി ബാരൽ എണ്ണ വെനസ്വേലയിലെ ഇടക്കാല സർക്കാർ US-ന് കൈമാറുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈ എണ്ണ വിപണി വിലക്ക് വിൽക്കാനാണ് പദ്ധതി. അതുവഴി ലഭിക്കുന്ന പണം US പ്രസിഡന്റ് എന്ന നിലയിൽ താൻ നിയന്ത്രിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചു. വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനങ്ങളുടെ പ്രയോജനത്തിനായി ഈ പണം ഉപയോഗിക്കും. എണ്ണ ഡീലിൽ നിന്നുള്ള പണം കൊണ്ട് വെനസ്വേല അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുമെന്നും ട്രംപ് ഈ കുറിപ്പിൽ പറയുന്നു. റഷ്യ, ചൈന, ഇറാൻ, ക്യൂബ എന്നിവയുമായുള്ള വെനസ്വേലയുടെ ബന്ധം വിച്ഛേദിക്കണമെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് തങ്ങളുടെ രാജ്യത്തെ എണ്ണ വിപണി വാഷിംഗ്ടണിന് തുറന്നു കൊടുക്കാനുള്ള പദ്ധതികളെ ന്യായീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മഡുറോയെ നീക്കം ചെയ്യാനുള്ള അമേരിക്കയുടെ ആക്രമണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കളങ്കമുണ്ടാക്കിയെങ്കിലും US-ഉമായി വ്യാപാരം നടത്തുന്നത് അസാധാരണമോ നിയമവിരുദ്ധമോ അല്ലെന്ന് റോഡ്രിഗസ് പറഞ്ഞു. വെനസ്വേല എല്ലാ കക്ഷികൾക്കും പ്രയോജനപ്പെടുന്ന ഊർജ്ജ ബന്ധങ്ങൾക്ക് തുറന്നിരിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു.